നിങ്ങൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ ശരിക്കും നിങ്ങളുടേതല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? മാർക്കറ്റ് മുകളിലേക്ക് കുതിക്കുമ്പോൾ എല്ലാവരും ലാഭമുണ്ടാക്കുന്നു എന്ന് തോന്നുമ്പോൾ വളരെ ശക്തമായ ഒരു സ്വാധീനം നിങ്ങളറിയാതെ നിങ്ങളെ അതിലേക്ക് വലിച്ചെടുപ്പിക്കുന്നുണ്ട്. അത് വെറുമൊരു ഹൈപ്പോ ന്യൂസോ അല്ല, അത് പച്ചയായ ഹ്യൂമൻ സൈക്കോളജിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അതിജീവനത്തിനായി രൂപപ്പെട്ട നിങ്ങളുടെ മനസ്സ് ഇന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളറിയാതെ നിങ്ങളെക്കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുകയാണ്. ഹൈപ്പ് കാരണമോ പേടി കാരണമോ നിങ്ങൾ എടുത്തുചാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. സത്യത്തിൽ നിങ്ങൾ ആൾക്കൂട്ടത്തിനൊപ്പം ഓടുകയാണ്. ആ ഓട്ടത്തിൽ അവസാനം സംഭവിക്കുന്നത് നഷ്ടം മാത്രമായിരിക്കും. സോഷ്യൽ മീഡിയയിലോ കൂട്ടുകാരിൽ നിന്ന് ഒരു ഗ്യാരണ്ടീഡ് സ്റ്റോക്ക് ടിപ്പ് കിട്ടിയിട്ട് കൂടുതലൊന്നും ആലോചിക്കാതെ അതിൽ പൈസയിട്ട ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? ഒരു റിസർച്ചും ചെയ്യാതെ ആ ഒരു ആവേശത്തിൽ മാത്രം വിശ്വസിച്ച് നിങ്ങളും ആ ആൾക്കൂട്ടത്തിനൊപ്പം കൂടിയിട്ടുണ്ടോ? അവസാനം വിലകൾ താഴേക്ക് പോകുമ്പോഴുള്ള ആ ചങ്കിടിപ്പ്, ഒരു മണ്ടത്തരം കാണിച്ചല്ലോ എന്ന ചിന്ത, എല്ലാവരും അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നല്ലോ എന്ന അത്ഭുതം, ഇതാണ് ഒട്ടുമിക്ക ഇൻവെസ്റ്റേഴ്സും അനുഭവിക്കുന്ന വേദന. ആ വേദനയ്ക്കുള്ളൊരു പരിഹാരമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സത്യം പറയാലോ, തുടക്കകാലത്ത് ഈ അബദ്ധങ്ങൾ ഞാനും ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഹോട്ട് ടിപ്പുകൾക്ക് പിന്നാലെ ഓടുക, വസ്തുതകളെക്കാൾ ട്രെൻഡുകൾക്കനുസരിച്ച് ചാടിക്കളിക്കുക, എന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് അയ്യോ ആ തീരുമാനം എൻ്റേതായിരുന്നല്ലോ എന്ന് തിരിച്ചറിയുമ്പോഴുള്ള വേദന. വർഷങ്ങളോളം ഇൻവെസ്റ്റേഴ്സിന്റെ സ്വഭാവം പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇൻവെസ്റ്റിംഗിലെ വിജയം എന്നത് വെറും നോളജ് മാത്രമല്ല, ആൾക്കൂട്ടം നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനെ മാസ്റ്റർ ചെയ്യുന്നതാണ് യഥാർത്ഥ കഴിവ്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചില യഥാർത്ഥ സൈക്കോളജിയും പ്രാക്ടിക്കൽ സ്റ്റെപ്സും വെച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹേർഡ് മെന്റാലിറ്റി എങ്ങനെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്രയെ നശിപ്പിക്കുന്നതെന്നും അതിനെ എങ്ങനെ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാമെന്നും നമുക്ക് നോക്കാം. ആദ്യം ഈ ആൾക്കൂട്ടം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരുമിച്ച് നിന്നാൽ നമുക്ക് കൂടുതൽ സുരക്ഷിതത്വം തോന്നുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഒരു ക്രൗഡ് ഒരു കാര്യത്തെ അംഗീകരിക്കുമ്പോൾ നമുക്കും അതൊരു ശരിയാണെന്ന് തോന്നുന്നത്. പക്ഷേ ഇൻവെസ്റ്റിംഗിലെ പ്രശ്നം എന്തെന്നാൽ ഈ ക്രൗഡ് എപ്പോഴും വൈകിയാണ് എത്തുന്നത്. അതായത് സദ്യയെല്ലാം കഴിഞ്ഞ് ഇലയെടുക്കാൻ നേരം ചെല്ലുന്നത് പോലെയാണ്. മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മളും അത് ചെയ്യുമ്പോൾ അവസാനം വില ഏറ്റവും കൂടി നിൽക്കുമ്പോൾ വാങ്ങുകയും വിലയെല്ലാം ഇടിഞ്ഞ ശേഷം വിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തും. ഇത് വെറുമൊരു കഥയല്ല. പതിറ്റാണ്ടുകളുടെ ഡേറ്റ തെളിയിക്കുന്നത് ആൾക്കൂട്ടത്തിനൊപ്പം പോകുന്നവർക്ക് ഒറ്റയ്ക്ക് ചിന്തിക്കുന്നവരെക്കാൾ മോശം റിസൾട്ടാണ് കിട്ടുന്നതെന്നാണ്. 4 പ്രധാന വഴികളിലൂടെയാണ് ഈ ഹേർഡ് മെന്റാലിറ്റി നമ്മുടെ പൈസ കളയുന്നത്. ഒന്നാമത്തേത്, ട്രെൻഡ് കഴിയാറാവുമ്പോൾ അതിന് പിന്നാലെ പായുക. ഒരു സ്റ്റോക്ക് കത്തിക്കേറി നിൽക്കുമ്പോഴായിരിക്കും മിക്കവരും അത് വാങ്ങുന്നത്, ഇനിയും മുകളിലോട്ട് പോകുമെന്ന് കരുതി. പക്ഷേ സത്യത്തിൽ കിട്ടാനുള്ള ഈസി മണി അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാകും. അവിടെ നിന്ന് താഴേക്ക് വീഴാനുള്ള റിസ്ക് ഭയങ്കര കൂടുതലായിരിക്കും. രണ്ടാമത്തേത് ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അയ്യോ, എനിക്ക് മാത്രം ഈ അവസരം നഷ്ടപ്പെടുമല്ലോ എന്ന പേടിയിൽ നമ്മൾ മുന്നിലുള്ള അപകടങ്ങളെല്ലാം അവഗണിച്ച് എടുത്തു ചാടും. മൂന്നാമത്തേത് ഗ്രൂപ്പ് ഓവർ കോൺഫിഡൻസ്. ഒരു ക്രൗഡിൽ നിൽക്കുമ്പോൾ ധൈര്യം കൂടും. അതോടെ മണ്ടൻ ഐഡിയകൾ പോലും കിടിലൻ ഐഡിയകളായിട്ട് നമുക്ക് തോന്നിത്തുടങ്ങും. അവസാനത്തേത് പേടിച്ചു വിറ്റഴിക്കുന്നത്. ആൾക്കൂട്ടം എപ്പോഴാണോ പേടിക്കുന്നത് അപ്പോൾ കൂട്ടത്തോടെ വിൽപ്പന തുടങ്ങും. എത്ര ധൈര്യമുള്ള ഇൻവെസ്റ്റർ ആണെങ്കിലും കാര്യമില്ല, എല്ലാവരും ഒരുമിച്ച് വിൽക്കുന്നത് കണ്ടാൽ ആ ഒരു പേടിയിൽ അവരും വീണു പോകും. പിന്നെ കിട്ടിയ വിലയ്ക്ക് വിട്ട് നഷ്ടം ഉറപ്പിക്കും. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മറ്റുള്ളവർക്ക് പണം നഷ്ടപ്പെടുത്തുന്ന ഇതേ ഹേർഡ് ഇഫക്റ്റ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാൻ കഴിയും. ആളുകളുടെ ആവേശത്തിലോ പേടിയിലോ നിങ്ങളും പെട്ടുപോകുന്നു എന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം നിർത്തിയിട്ട് സ്വയം ചോദിക്കുക, ഞാൻ സ്വന്തമായി ചിന്തിക്കുകയാണോ അതോ മറ്റുള്ളവരെ വെറുതെ അനുകരിക്കുകയാണോ? ഈ ബഹളങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സ്വന്തമായി എഴുതി വെക്കുന്നതാണ് ഇതിനെ നേരിടാനുള്ള ഏറ്റവും മികച്ച വഴി. എല്ലാവരും ഭയങ്കര ആവേശത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ളിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന തോന്നലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കില്ലാത്ത എന്നാൽ നിങ്ങൾക്കുള്ള ഒരു സൂപ്പർ പവറാണ്. ഡ്രാമയ്ക്ക് പിന്നാലെ പോകാതെ ഡേറ്റയ്ക്ക് പിന്നാലെ പോകുക. ചുറ്റുമുള്ള എല്ലാവരും ഓടുമ്പോൾ അനങ്ങാതെ നിൽക്കുന്നതാണ് ചിലപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും ലാഭകരവുമായ കാര്യം. ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപകർക്ക് സാമ്പത്തികമായ അറിവ് മാത്രമല്ല ഉള്ളത്, അവർക്കവരുടെ സ്വഭാവത്തിലും നല്ല അച്ചടക്കമുണ്ട്. അവർ ആൾക്കൂട്ടത്തെ ഒരു ഓർഡറായിട്ടല്ല കാണുന്നത്, ഒരു സിഗ്നലായിട്ടാണ്. എല്ലാവരും വാങ്ങിക്കൂട്ടുന്ന സ്റ്റോക്കുകൾക്ക് പകരം ആരും ശ്രദ്ധിക്കാത്ത വില കുറഞ്ഞു കിടക്കുന്ന നല്ല സ്റ്റോക്കുകൾ അവർ വാങ്ങുന്നു. മാർക്കറ്റ് ഇടിയുമ്പോൾ പേടിച്ചു വിൽക്കുന്നതിന് പകരം അവരവരുടെ പ്ലാനിൽ ഉറച്ചു നിൽക്കുന്നു. ആൾക്കൂട്ടം നിങ്ങളുടെ പണത്തെ നിയന്ത്രിക്കുന്നത് നിർത്താൻ നിങ്ങൾ ശരിക്കും തയ്യാറാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ തുടക്കം. മിക്ക ആളുകളും ഈ ഫോമോയുടെയും ഗ്രേദത്തിന്റെയും ഒരേ സർക്കിളിൽ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ
നിങ്ങൾ ഹേർഡ് മെന്റാലിറ്റിയുടെ സിഗ്നലുകൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റിംഗിൽ കൂടുതൽ ക്ലാരിറ്റിയും നിയന്ത്രണവും കാലക്രമേണ ബെറ്റർ റിട്ടേൺസും കിട്ടും. നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് പേടികൾക്കും തെറ്റുകൾക്കും പിന്നിലെ ആ കാണാക്കൂട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ എപ്പിസോഡ് നിങ്ങളെ സഹായിച്ചെങ്കിൽ അടുത്ത സെഷനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഇമോഷണൽ ഇൻവെസ്റ്റിംഗിനെ എന്നേക്കുമായി മറികടക്കാനുള്ള സൈക്കോളജിക്കൽ സ്ട്രാറ്റജികൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഹേർഡ് മെന്റാലിറ്റി അബദ്ധം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം, നമ്മുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ഒരുമിച്ച് കെട്ടിപ്പടുക്കാം.